ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പാലും കുറച്ച് പഞ്ചസാരയും കുറച്ച് ക്രീമും വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഇതിൽ കോക്കനട്ടിൻ്റെ ഫ്ലേവറും കൂടി ഉള്ളതുകൊണ്ട് പ്രത്യേക ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഉണ്ടാക്കി നോക്കാം. ഫസ്റ്റ് നമുക്ക് പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ പുഡിങ് ട്രേയിലോട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതുപോലത്തെ കോക്കനട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കോക്കനട്ട് ഒന്ന് ചിരവി എടുത്തതിന് ശേഷം അതിൻ്റെ ബ്ലാക്ക് പാർട്ടൊന്ന് കൊടുങ്ങാതെ എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ പാനിലൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് പോക്കിയിട്ട് എടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ അതിലൊന്ന് പൊടിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ നല്ലൊന്ന് ഡ്രൈ ആക്കി എടുക്കണം നമ്മളെ കോക്കനട്ട്. അത്രേ വേണ്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് കോക്കനട്ട് ഒന്ന് ഒരു ലെയറായിട്ട് നമുക്ക് ബേസായിട്ട് പുഡിംഗ് ട്രേയിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം പുഡിംഗ് ട്രേയിലോട്ട് അത്യാവശ്യം കോക്കനട്ട് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് പുഡിംഗ് കഴിക്കുന്ന സമയത്ത് ആ കോക്കനട്ടിൻ്റെ ഫ്ലേവറും കൂടി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കുന്ന മുന്നേ ഇതൊന്ന് റെഡിയാക്കി വെക്കുക. ഇനി നെക്സ്റ്റായിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവറും കുറച്ച് പാൽപ്പൊടിയും കൂടി ഒന്ന് കലക്കി വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് പാൽ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് കലക്കിയിട്ടെടുക്കണം. അപ്പോൾ ഒരു 1/3 കപ്പ് പാലിട്ട് ഒരു 4 ടേബിൾ സ്പൂണ് പാൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കലക്കിയിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കെങ്ങനെ പുഡിംഗ് ആക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഒരു സോസ് പാനിലോട്ട് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക. ഓണാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പാലൊന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള ഷുഗറും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്രത്തോളം മതിയാകും കേട്ടോ. ഇതിൽ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ 5 ടേബിൾ സ്പൂണ് മതിയാകും. ഇപ്പോൾ ഞാനിത് കുറച്ച് അളവിലേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിനുകൊണ്ട് ഞാൻ കുറച്ച് പാലെടുത്തത്. അപ്പോൾ നിങ്ങൾ പുഡിംഗ് ട്രേ വലുതാണെങ്കിൽ 2 കപ്പ് പാലെടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ കോൺഫ്ലവറും പാൽപ്പൊടിയും ഷുഗറൊക്കെ ഒന്ന് ഇതിൻ്റെ ഡബിൾ എടുത്താൽ മതി. അപ്പോൾ ഷുഗറൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ടൊരു ടേബിൾ സ്പൂണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ചേർക്കുമ്പോൾ നമ്മൾ ഈ ക്രീമിന് പ്രത്യേക ഒരു കോക്കനട്ടിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ അതെന്തായാലും ചേർക്കണം കേട്ടോ. അത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോഴാണ് നമ്മൾ ആ കോക്കനട്ടിൻ്റെ നല്ലൊരു ഫ്ലേവർ നമ്മൾ ഈ ക്രീമിന് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോക്കനട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോയിലാക്കിയതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ കൂട്ടില്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലോണം മിക്സാക്കിയിട്ട് വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയിട്ടെടുക്കണം. അപ്പോൾ പാല് നല്ല തിളച്ച് വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുക. ഷുഗർ ചേർത്തതിന് ശേഷം കോക്കനട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടായിരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ കോൺഫ്ലവറിൻ്റെ കൂട്ടും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുറുക്കിയിട്ടെടുക്കണം. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മൾ പാലിനെ കൂട്ടി നല്ലോണം കുറുകിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് വേഗം തന്നെ നമുക്ക് കുറുക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം. എന്നിട്ട് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒന്നും കൂടി തിക്കായി ഇതൊന്ന് തിളച്ചിട്ട് വരണം. തിളച്ച് വരുന്ന സമയത്ത് ഒന്നും കൂടി കുറുകിയിട്ട് നമുക്ക് തിക്കായിട്ട് കിട്ടും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫാക്കണ മുന്നേ കുറച്ച് വാനില എസൻസ് ഒരു പിഞ്ച് സാൾട്ടും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കോൺഫ്ലവർ ചേർത്തിട്ടുള്ള പാലിൻ്റെ കൂട്ടില്ലേ നല്ലോണം തിളച്ച് പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട്. നല്ല ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ലോയിൽ തന്നെ ആക്കിയിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അടുക്കി പിടിച്ചാൽ ഇതിൻ്റെ ഫ്ലേവർ തന്നെ മാറിപ്പോകും. നല്ല മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു തിക്കിൽ വേണിട്ട് എടുക്കാനായിട്ട്. ഇതിലും ഇനി കുറുക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തണുത്ത് വരുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് പോവും. എന്നിട്ട് പിഞ്ച് സാൾട്ടും കൂടി ചേർത്തിട്ട് നല്ല മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് ചൂടോടെ തന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള പുഡിംഗ് ട്രേ ഇല്ലേ അതിൽ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിക്കണ മുന്നേ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ ഓരോ ലെവലിൽ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ട്രേക്ക് അനുസരിച്ച് പാലെടുത്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് അളവിൽ കാണിക്കുന്നതുകൊണ്ടാണ് 1 കപ്പ് പാലെടുത്തിട്ട് കാണിച്ചത്. അപ്പോൾ അതിനുകൊണ്ടാണ് ഒരു തിന്ന് ലെയറായിട്ട് വന്നത്.
അപ്പോൾ നിങ്ങൾ 2 കപ്പ് പാലൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി തിക്കിലായിട്ട് നമുക്ക് ഈ പാലിൻ്റെ കൂട്ട് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യട്ടോ. ഇത് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് സെറ്റാവാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒഴിച്ച ക്രീമൊക്കെ എല്ലാ സൈഡിലും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ആ സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാനെടുത്ത വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലോട്ട് മധുരം ചേർക്കണില്ല. അപ്പോൾ നിങ്ങളടുത്ത് മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഇതിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് വിപ്പായി വരുന്ന സമയത്ത് ഹൈ സ്പീഡിലിട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ക്രീം നല്ലോണം വിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പുഡിങ് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്ലൂ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക, കളർ എല്ലായിടത്തും മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമുക്ക് ലൈറ്റ് ഒരു ബ്ലൂ കളറാണ് കിട്ടേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കളറൊന്ന് ചേർത്ത് കൊടുക്കണം, ഒന്നും കൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ലോ സ്പീഡിലിട്ടിട്ടൊന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ക്രീം നല്ലൊരു ഭംഗിയുള്ള ബ്ലൂ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റായിട്ടുള്ള ഒരു കളർ മതിയിട്ട് നമുക്ക്. എന്നിട്ട് നല്ലോണം ഒന്ന് സ്പാച്ചിൽ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലോണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വിപ്പ് ചെയ്തെടുത്തിട്ടുള്ള ക്രീം എല്ലായിടത്തും ഒരുപോലെ ഒരേ ലെവലിലാകത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്രീമിൻ്റെ അളവെന്ന് പറഞ്ഞത് അധികം കൂടി പോകരുത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കോൺഫ്ലവറിൻ്റെ കൂട്ടില്ലേ, അതിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ക്രീമും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ആ രീതിയിൽ വേണം ക്രീം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കംപ്ലീറ്റ് ക്രീമും ചേർത്തതിന് ശേഷം നമുക്ക് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കാണാനുള്ളൊരു ഭംഗിക്കും നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിൽ കോക്കനട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം സെറ്റാക്കിയിട്ട് എടുത്തിട്ടുള്ള പുഡിങ്ങാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഐസ്ക്രീം കഴിക്കണ പോലെ സ്കൂപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം. പിന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പുഡിങ്ങാണ്. നല്ല കോക്കനട്ടിൻ്റെ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം പണിയൊന്നുമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്രീമും പിന്നെ വിപ്പിംഗ് ക്രീമും കോക്കനട്ടും എല്ലാം കൂടി ചേർത്തിട്ട് കഴിക്കുന്ന സമയത്ത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. അപ്പോൾ റെസിപ്പിക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറേ നല്ല ഡെസേർട്ടിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് പ്ലേലിസ്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ട് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം എന്തായാലും അറിയിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.